ഹലോ, എല്ലാവർക്കും ഡിവൈൻ സോൺ ടാരറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ഗണപതിയുടെ കാർഡും ഏഞ്ചൽ കാർഡും എടുക്കാൻ പോകണം. നമ്മൾ പ്രൊട്ടക്ഷൻ എന്ന കാർഡ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ എന്തോ വിഘ്നങ്ങളുണ്ടെങ്കിൽ എല്ലാം തീർത്ത് തരണം എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ അതിന് ഒരു വെള്ള തുണി എടുത്തിട്ട് നമ്മൾ അതിലൊരു ലവങ്കപ്പട്ടയും ഒരു ഉറുപ്പിടെ കോയിനും തുളസി ഇലയും കൂടി മൂന്നും കൂടി നന്നായിട്ട് ചുവന്ന ത്രെഡിൽ നൂലിൽ കെട്ടിയിട്ട് പൂജാമുറിയിൽ നമ്മുടെ ജോലി സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് എല്ലാ വിഘ്നങ്ങളും തീർത്ത് തരണമെന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് ഒരാഴ്ച വരയ്ക്കും നമുക്കത് വെക്കാം അവിടെ തന്നെ. പിന്നെ നെക്സ്റ്റ് കാർഡ് ഏഞ്ചൽ കാർഡാണ് വന്നിരിക്കുന്നത്. 1155 ആണ്. എവിടെയെങ്കിലും കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കോ ആൺകുട്ടികൾക്കോ പെണ്ണോ ചെക്കനോ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ട് വരും ആ ബന്ധം എന്നാണ് കാണിക്കുന്നത്. അത് 1-2 മാസം കൊണ്ടൊക്കെ ശരിയാവും എന്നുള്ളതാണ് കാണിക്കുന്നത്. കല്യാണത്തിൻ്റെയൊക്കെ ശരിയാകുന്ന എല്ലാ ഗുണങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. കല്യാണത്തിനെല്ലാം ശരിയാകുന്ന സാധ്യത 2 മാസം കൊണ്ട് ശരിയാവുമെന്നാണ് പറയുന്നത്. പിന്നെ ഇനിയൊരു കാർഡ് 3232 എന്ന് വന്നിട്ടുണ്ട്. ടേക്ക് ചാർജ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ശേഷവും നിങ്ങൾക്ക് വല്ല ജോലിയുടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങാനുണ്ടെങ്കിൽ അതൊക്കെ ശരിയായിട്ട് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോഴേക്കും ഗണപതിയുടെ ഒന്ന് വിഘ്നങ്ങളെല്ലാം തീർത്ത് തരണം വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എല്ലാം ശരിയായിട്ട് വരട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കണം. ഇന്ന് ഞായറാഴ്ച 2 കാർഡും കൂടി ഷഫൽ ചെയ്തപ്പോൾ 2 കാർഡ് വന്നു. അതുകൊണ്ട് പിന്നെ ഏഞ്ചൽ കാർഡ് 2 കൂടി എടുത്തു ഞാൻ. സോ എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ് വന്നിരിക്കുന്നത്. കുറച്ച് വിഘ്നങ്ങളുണ്ടെങ്കിൽ അത് തീർത്ത് തരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഗണപതിയോട് പ്രാർത്ഥിച്ചാൽ മതി, അത് ശരിയായിക്കോളും. വേറെ ഒന്നും ഇതായിട്ടൊന്നുമില്ല. പക്ഷേ നല്ല പ്രോസ്പെറിറ്റിയും നല്ല ഇതായിട്ടൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അത് ശരിയായിട്ട് വരുന്നതാണ് കാണിക്കുന്നത്. സോ ഒന്ന് ഗണപതിക്ക് മാത്രം ഒന്ന് ഞാൻ പറഞ്ഞ മാതിരി അതൊരു വെള്ള തുണിയിൽ അങ്ങനെ കെട്ടി ഒരാഴ്ച വരയ്ക്കും അങ്ങനെ പൂജാമുറിയിലോ ജോലി സ്ഥലത്തൊക്കെ വെച്ചോളൂ കേട്ടോ. താങ്ക് യു. നാളെ കാണാം.